ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെന്താണെന്നല്ലേ, ഇതിൻ്റെ പേരാണ് ബനാന ബോൾ. പേരെല്ലാം ഞാൻ സ്വന്തം ഇട്ടതാണ് കേട്ടോ. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായി നമുക്ക് ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. ഗോതമ്പ് മാവ് കുറച്ച് കട്ടി കൂട്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയോ നമുക്ക് കുറച്ച് റവ കൂടി ചേർത്ത് കൊടുത്താലോ. അങ്ങനെ അരിപ്പൊടിയും ഗോതമ്പ് മാവും റവയും ചേർത്ത് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നേന്ത്രപ്പഴം, 2 നേന്ത്രപ്പഴവും ഇട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ട് നമ്മുടെ മാവ് റെഡിയായി. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ മാവ് ഏകദേശം എല്ലാം തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. എണ്ണയിൽ വേവിക്കുന്നത് എന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല അല്ലേ. അതുകൊണ്ടാണ് ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കാം എന്ന് കരുതിയത്. ഇപ്പോൾ നമ്മുടെ ബനാന ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നാക്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കില്ലേ. See you tomorrow with a new video. Bye.